സിനിമ ആസ്വാദകർക്ക് നവ്യ അനുഭവം പകർന്ന രാജ്യാന്തര നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് ഇടുക്കി കട്ടപ്പനയിൽ തുടക്കമായി. 2 ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിവൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. 6ാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് വിളംബര റാലിയോടെയാണ് തുടക്കമായത്. കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥലത്ത് കട്ടപ്പന എന്നുള്ള ഒരു സ്ഥലത്ത് ഇത് നടക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും പ്രകൃതിയായിട്ട് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഞാനൊരു അധ്യാപകനാണ്, പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ ആദ്യമായി എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്? പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പരിസ്ഥിതി സംരക്ഷണം ഇന്ന് നമ്മൾ പറയുന്നത് പരിസ്ഥിതിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ശരിക്കും പറയുന്നത് നമ്മുടെ നിലനിൽപ്പ് ഭീഷണിയായതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്. അതാണ് അതിന്റെ സത്യം. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ബേർഡ്സ് ക്ലബ് ഇന്റർനാഷണലും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്നാണ് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. ഫെസ്റ്റിവൽ ഡയറക്ടറും സംവിധായകനുമായ ജയരാജ് ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകി. മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള ഗോൾഡൻ എലിഫന്റ് അവാർഡ് NS രാജപ്പന് കൈമാറി. നടന്മാരായ ടിനി ടോം, കൈലാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള 65ഓളം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.